എന്തായാലും 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഒരിക്കലും ഏകപക്ഷീയമായിരുന്നില്ല, ഒരിക്കലും ആരാധകരില്ലാതിരുന്നിട്ടില്ല. പ്രതികൂല കാലാവസ്ഥ അവസാന നിമിഷങ്ങൾ വന്നെങ്കിലും വളരെ ആവേശത്തോടു കൂടി തന്നെ വന്നിരിക്കുന്നു. കാരിച്ചാൽ അടിച്ചിരിക്കുന്നു. അതിമനോഹരമായിരുന്നു ഇന്നത്തെ ഈ വള്ളംകളി. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി മനോഹരമായിരുന്നു. അതിമനോഹരമായിരുന്നു പറയാതിരിക്കാൻ കണ്ടില്ലേ? വളരെ സന്തോഷമായി. ഞാൻ പറഞ്ഞു ഈ കേരളത്തിന്റെ ഇത് BBC ആവേശത്തിൽ പങ്കുചേർന്നു. ബോട്ട് കപ്പുകൾക്ക് ഒരു മാറ്റവുമില്ല, ബോട്ടുകളുടെ ആവേശം മാറുന്നില്ല. അങ്ങനെ വളരെ വളരെ ആവേശത്തോടു കൂടി ഇതാ 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ അവസാന നിമിഷം ജലരാജാവ് ആരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അത് മറ്റാരുമല്ല, ചരിത്രം, പഴമ, പെരുമ ഒന്ന് തോളി ചരിഞ്ഞു പോലെ നിൽക്കുന്ന കാരിച്ചാൽ ഒന്നാമതെത്തിയിരിക്കുന്നു. 5 മാക്രോ സെക്കൻഡ് എങ്കിൽ 5 മാക്രോ സെക്കൻഡ്. ആ 5 മാക്രോ സെക്കൻഡിനുള്ളിൽ ഈ കായൽപ്പരപ്പിനെ തീ പിടിപ്പിച്ചുകൊണ്ട്, ഈ പൊന്നോളങ്ങളിലെ വെള്ളിടി വീഴ്ത്തിക്കൊണ്ട് 4 ചുണ്ടന്മാര് ഒന്നിനൊന്ന് മെച്ചമായിട്ട് മുന്നോട്ട് വന്നു. അത് വീയപുരമാണോ, അത് നടുഭാഗമാണോ, അത് തിരണമാണോ എന്ന് സംശയിച്ചു. കണ്ണൻ നായർ പറഞ്ഞു അത് കാരിച്ചാലാണെന്ന്. കണ്ണന്റെ വള്ളമായിരുന്നു, കണ്ണന്റെ വള്ളം കാരിച്ചാല്. അങ്ങനെ ഒന്നാമതെത്തിരിക്കുകയാണ് 5 മാക്രോ സെക്കൻഡ്. അതായത് കഴിഞ്ഞ തവണ 6 മാക്രോ സെക്കൻഡിലായിരുന്നു വിജയമെങ്കിൽ ഇത്തവണ 5 മാക്രോ സെക്കൻഡിൽ വിജയിച്ചിരിക്കുന്നു. വലിയ ആവേശം നിറഞ്ഞ പോരാട്ടമാണ് ഇവിടെ നടന്നത്. കാര്യം ഇത്തവണ മാറ്റി വെച്ച വള്ളംകളിയായിരുന്നു മർഷട്ടാ. മാറ്റി വെച്ച വള്ളംകളിയായിട്ട് ഞാൻ ഇത് കണ്ടില്ലേ? അങ്ങനെ അങ്ങോട്ട് പോയേ, ആൾക്കാരിലേക്കൊന്ന് പോയേ. കണ്ടോ? ഇത് കണ്ടോ? അവർക്ക് പല വള്ളങ്ങളുണ്ടാവും, പല ക്ലബ്ബുകളുണ്ടാവും, പക്ഷെ അവർക്ക് ഒരേ വികാരമുള്ളൂ, അതാണ് നെഹ്റു ട്രോഫി. തീർച്ചയായിട്ടും. കാരണം നമ്മൾ കരുതുന്ന പോലെ പ്രതികൂല കാലാവസ്ഥയിലൊന്നും ആരുമില്ലാതെ ആയിരുന്നില്ല ഈ വള്ളംകളി നടന്നത്. ആവേശം അണപൊട്ടി, ആവേശം അളമുട്ടി, ആവേശം കായൽ കടന്നു, ആവേശം തണ്ണീർമുക്കം ബണ്ട് പൊളിച്ചിറക്കുന്ന കാഴ്ച. അത്ര ആവേശത്തോടുകൂടി കുട്ടനാട്ടിലെ വള്ളംകളി പ്രേമികളെല്ലാം അണിനിരന്നിട്ടുള്ള ആ വള്ളംകളിയുടെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരെ നമുക്ക് ഉറപ്പിക്കാം, ഈ ജലയാനങ്ങളുടെ ആവേശത്തോടെയുള്ള പോരാട്ടങ്ങൾക്ക് ഒപ്പം നിന്നിട്ടുള്ള വള്ളംകളി പ്രേമികളുണ്ടല്ലോ, ആ വള്ളംകളി പ്രേമികളുടെ ആവേശമാണ് ഈ കരയിലും ഈ കായലിലും കാണുന്നത്. ആ ആവേശത്തിനൊപ്പം കണ്ണൻ നായർ ചേരുന്നു. കണ്ണ, നമ്മൾ പ്രതീക്ഷ പോലല്ല, കൂളിംഗ് ഗ്ലാസ് ഒക്കെ കളഞ്ഞോ? കൂളിംഗ് ഗ്ലാസ് പൊട്ടിപ്പോയി, അതുകൊണ്ടാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒരാവേശം കണ്ടില്ല. നമുക്ക് എന്തായാലും ആ പ്രേക്ഷകരിലേക്ക് അടിച്ചോളൂ. കളി എങ്ങനെയുണ്ടായിരുന്നു? നല്ല സൂപ്പർ. എങ്ങനെയാണ് മത്സരം? തീപാറും മത്സരം, തീപ്പൊരി മത്സരം. ഇതുകൊണ്ടൊരു ഫൈനൽ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അടിപൊളി മത്സരം. എങ്ങനെയായിരുന്നു? വേറൊന്നും പറയല്ല. BBC പൊളി. അമ്മ എങ്ങനെയാണ് മത്സരം? കാരിച്ചാൽ അടിച്ചു. അതാണ് കാരിച്ചാൽ അടിച്ചു. അതാണ് കാരിച്ചാലിന്റെ ആരാധകരാണ്, കാരിച്ചാലിന്റെ വികാരമാണ്. കാരിച്ചാൽ എന്ന് പറഞ്ഞാൽ നെഹ്റു ട്രോഫിയുടെ ഒരു വികാരമാണ്. ആ വികാരത്തെ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണിത്. കാരിച്ചാൽ ഇത്തവണ നെഹ്റു ട്രോഫി നേടിയിരിക്കുന്നത് തുടർച്ചയായി 16ാം തവണയാണ്. പക്ഷേ BBC എടുത്തു പറയേണ്ട കാര്യമുണ്ട്, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടർച്ചയായി 5 തവണ അല്ലേ നെഹ്റു ട്രോഫി നേടിയിരിക്കുന്നത്. വള്ളംകളി